നമസ്കാരം. സംഗീത സംവിധായകൻ AR റഹ്മാനും ഭാര്യ സൈറ ബാനുവും വേർപിരിഞ്ഞുവെന്ന വാർത്ത ഞെട്ടലോടെയാണ് ആരാധകർ കേട്ടത്. ദിവസങ്ങൾക്ക് മുൻപ് സൈറയായിരുന്നു ആദ്യം വിവാഹമോചന വാർത്ത ആരാധകരുമായി പങ്കിട്ടത്. പരസ്പരം സ്നേഹം നിലനിൽക്കുമ്പോഴും അടുക്കാനാകാത്ത വിധം അകന്നുപോയെന്നാണ് സൈറ പറഞ്ഞത്. പിന്നാലെ എക്സിൽ പങ്കുവച്ച കുറിപ്പിലൂടെ റഹ്മാനും വേർപിരിയലിനെ സംബന്ധിച്ച് വിശദീകരിക്കുകയുണ്ടായി. 30 വർഷം ഈ ബന്ധം പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. തകർന്നത് കൂട്ടിയോജിപ്പിക്കാൻ സാധിച്ചില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. തന്റെ സന്തോഷങ്ങളിലെല്ലാം ഭാര്യയെ ചേർത്ത് പറയുന്ന റഹ്മാൻ എന്തുകൊണ്ടാണ് 29 വർഷം നീണ്ട ദാമ്പത്യം പെട്ടെന്ന് അവസാനിപ്പിച്ചത് എന്ന ചോദ്യമാണ് ഇതോടെ ആരാധകർ ഉയർത്തുന്നത്. അത്രയേറെ സന്തോഷകരമായ ജീവിതമായിരുന്നു ഇരുവരും കൊണ്ടുപോയിരുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് ഇത് തകർന്നതെന്നാണ് പറയുന്നത്. ഈ നിമിഷം ഞങ്ങൾക്ക് പറയാനുള്ളത്, റഹ്മാൻ സൈറ വിവാഹമോചനത്തിൽ മക്കളുടെ പ്രതികരണമാണ് പുറത്തുവന്നത്. വിവാഹമോചനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ചൂടുപിടിപ്പിക്കുന്നതിനിടെ റഹ്മാൻ ട്രൂപ്പിലെ ഗിറ്റാറിസ്റ്റായ മോഹിനി ഡേ തന്റെ വിവാഹമോചനം പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെ റഹ്മാൻ വിവാഹമോചനത്തിന് കാരണം മോഹിനി ഡേയുമായുള്ള ബന്ധമാണെന്ന തരത്തിലുള്ള ചർച്ചകൾക്ക് ചൂടുപിടിച്ചു. എന്നാൽ വാർത്തകൾ തള്ളി റഹ്മാന്റെ മക്കളും മോഹിനിയും രംഗത്തെത്തി. ഇത്തരത്തിൽ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നതിനിടെ ഇപ്പോഴിത് ആദ്യമായി പ്രതികരിച്ചിരിക്കുകയാണ് സൈറ. എന്തുകൊണ്ടാണ് താൻ ഒരു ബ്രേക്ക് എടുക്കാൻ തീരുമാനിച്ചതെന്ന് അവർ വിശദീകരിച്ചു. സൈറയുടെ വാക്കുകളിലൂടെ, ഞാൻ സൈറ റഹ്മാൻ, ഞാൻ ഇപ്പോൾ ബോംബെയിലാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഞാൻ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതുകൊണ്ടാണ് റഹ്മാനിൽ നിന്നും ഒരു ബ്രേക്ക് എടുക്കാൻ ഞാൻ തീരുമാനിച്ചത്. ദയവ് ചെയ്ത് അദ്ദേഹത്തിനെതിരെ ഇനിയും മോശമായ വാർത്തകൾ നൽകരുതെന്ന് അപേക്ഷിക്കുകയാണ്. അദ്ദേഹം നല്ല വ്യക്തിയാണ്, ഈ ലോകത്തിലെ മികച്ച മനുഷ്യനാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് എനിക്ക് ചെന്നൈ വിടേണ്ടി വന്നത്. ഞാൻ ബോംബെയിലാണ് വന്നത്. ഞാൻ ചികിത്സയുമായി മുന്നോട്ട് പോവുകയാണ്. AR റഹ്മാന്റെ തിരക്കിനിടയിൽ ഇത് സാധ്യമാകുമെന്ന് ഞാൻ കരുതുന്നില്ല. എനിക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ല, അദ്ദേഹത്തെയോ എന്റെ മക്കളെയോ പോലും. അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. അദ്ദേഹം എങ്ങനെയാണോ അങ്ങനെ അദ്ദേഹത്തെ ജീവിക്കാൻ അനുവദിക്കുമെന്നാണ് എല്ലാവരോടുമായി അപേക്ഷിക്കാനുള്ളത്. അദ്ദേഹത്തിന് ഇതൊന്നുമായി ബന്ധമില്ല. ഞാൻ അദ്ദേഹത്തെ എന്റെ ജീവനെ പോലെ വിശ്വസിക്കുന്നു. അത്രമാത്രം ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. തിരിച്ച് അദ്ദേഹത്തിനെതിരായ എല്ലാ വ്യാജ ആരോപണങ്ങളും അവസാനിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇതുവരെ ഔദ്യോഗികമായി ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ലാത്ത ഈ നിമിഷത്തിൽ ഞങ്ങളുടെ സ്വകാര്യത ബഹുമാനിക്കണം. ഞാൻ ചെന്നൈയിലേക്ക് ഉടൻ മടങ്ങിയെത്തും. പക്ഷേ എനിക്ക് എന്റെ ചികിത്സ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ പേര് കളങ്കപ്പെടുത്തുന്നത് നിർത്തണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹം ഒരു ജമ്മാണെന്ന് ആവർത്തിക്കട്ടെ. നന്ദി എന്നാണ് സൈറ പറയുന്നത്. വേർപിരിയാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഓൺലൈൻ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അനാവശ്യമായ ഊഹാപോഹങ്ങളും കിംവദികളും പ്രചരിച്ചു. ഇതിന് പിന്നാലെ വിവിധ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ നിഷേധിച്ച് തനിക്കെതിരെ വ്യാജ വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങൾക്കെതിരെ AR റഹ്മാൻ വക്കീൽ നോട്ടീസ് അയക്കുകയായിരുന്നു. കുറ്റകരമായ കണ്ടന്റ് 1 മണിക്കൂറിനുള്ളിൽ അവർ നീക്കം ചെയ്യേണ്ടതുണ്ട്. ഇത് പാലിക്കുന്നതിന് പരമാവധി 24 മണിക്കൂർ വരെ അനുവദിക്കും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ 2023 ഭാരതീയ ന്യായ സംഹിതയിലെ 356 വകുപ്പ് പ്രകാരം ക്രിമിനൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്യപ്പെടുമെന്നാണ് പുതിയ പത്രക്കുറിപ്പിലൂടെ AR റഹ്മാനും പറഞ്ഞിരിക്കുന്നത്. കുറ്റവാളികൾക്ക് കോടതി നിശ്ചയിക്കുന്ന പ്രകാരം പിഴയോടുകൂടിയോ കൂടാതെയോ 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുമെന്ന് നോട്ടീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.